എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് പോകുന്നത് മുത്തപ്പൻ കാണാനായിട്ടാണ് കേട്ടോ. അപ്പം മുത്തപ്പൻ ഉള്ളത് വള്ളുവങ്കടവ്, അതായത് കണ്ണൂർ തന്നെയാണ് വരുന്നത്. വള്ളുവങ്കട മടപ്പുരയിലാണ് മുത്തപ്പൻ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ പുതിയ കമൻസൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ഇനിയും അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മടപ്പുര വരുന്നത് ആൻറ്റിയുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മടപ്പുരയിൽ മുത്തപ്പനുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് മടപ്പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ആ കാണുന്ന റെഡ് കളർ കാറിലാണ് ആൻറ്റിയും ആപ്പനും മടപ്പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ക്ഷേത്രം കണ്ടിട്ട് വരാം. പോകുന്ന ക്ഷേത്രത്തിലേക്ക് മടപ്പുരയിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണാടിപ്പറമ്പാണ് വരുന്നത്, വള്ളുവങ്കടവ് എന്ന് പറയുന്നത് മടപ്പുര. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് ഇവിടെ ഉത്സവമായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ. ലൈറ്റ് വെച്ചിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവാറുണ്ട്. അത് മുന്നെയാണ് ഞാൻ കുറേ നാൾ മുന്നേ വന്നതാണ്. ആ സമയത്തൊക്കെ ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മടപ്പുര എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു മടപ്പുര തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കുറേ മുന്നേ വരുന്ന സമയത്ത് ഇവിടെ ഒരു ശിവൻ്റെ ഒരു എന്താ പറയുക രൂപം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ശിവൻ്റെ രൂപം അവിടെ ഉണ്ട്, പക്ഷേ വേറെ അലങ്കരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അന്നൊക്കെ ഒരു സൈഡിലൊക്കെ മഞ്ഞ് ഉരുകുന്നത് പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഇനി നമുക്ക് മുത്തപ്പൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശിവൻ്റെ രൂപം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ എനിക്കൊന്ന് നേർച്ച വെള്ളാട്ടം എന്നൊക്കെ പറയുന്നത് പോലെയാണെന്ന് തോന്നുന്നു, അറിയില്ല എനിക്കതിനെ പറ്റിയിട്ട്. അപ്പോൾ ഉത്സവമായി കഴിഞ്ഞാൽ വേണമെങ്കിൽ അതുപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്യാമായിരിക്കും. ഞാൻ പറഞ്ഞാൽ മഞ്ഞുരുകത്തത് പോലെയും അന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാറായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും വിട്ടുപോകണ്ടേ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.